നിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർക്സ്. അതാണ് മാർക്സത്തിന്റെ പ്രത്യേകത. അപ്പോ എയും മാർക്സത്തിൽ കൊടുക്കും. വന്നാൽ പാർട്ടി വളരുമെന്നായിരുന്നു സെക്രട്ടറിയുടെ ധാരണ. പാർട്ടിയിലെ മറ്റു ബുദ്ധിജീവികൾ തൊഴിലില്ലായ്മ പ്രശ്നം ഉയർത്തിയതോടെയും വിഷയം വിവാദമായതോടെയും സെക്രട്ടറിയും നിലപാട് മാറ്റി. തൊഴിലാളി വിരുദ്ധമെന്ന് തൊഴിലാളി പാർട്ടി പ്രഖ്യാപിച്ചു. ഈ സംവിധാനം മുഴുവൻ ആരുടെ കയ്യിലാണ് വരിക? നമ്മുടെ നാട്ടിലെ കർഷകത്തൊഴിലാളിൻ്റെ കയ്യിലാണ്, കൃഷിക്കാരൻ്റെ കയ്യിലാണ്, കടത്തരക്കാരൻ്റെ കയ്യിലാണ്. ആരുടെ കയ്യിലാണ് വരിക? എല്ലാം വരുന്നത് ഈ ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത മുഴുവൻ വരുന്നത് ഈ കുത്തക മുതലാളിമാരുടെ കയ്യിലായിരിക്കും. ആ കുത്തക മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് 60% തൊഴിലില്ലായ്മയും മനുഷ്യരുടെ ഈ വാങ്ങൽ കഴിവ് ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിന്റെ സ്ഥിതി? പൂർണ്ണാത്മകമായിരിക്കും. എന്നാൽ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ തിരക്കിലുള്ള സൈബർ ടീം ഇതറിഞ്ഞില്ല. പ്രചാരണത്തിന് വേണ്ടി മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ വീഡിയോ ഇറക്കി. ഒറിജിനലിനെ വെല്ലുന്ന വീഡിയോ. നമ്മുടെ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രിയാകുള്ളൂ. എന്തുകൊണ്ടാത്? ജനത്തിന് വേണ്ടത് നമ്മളോടും ഈ രാജ്യത്ത് ആദ്യം കർഷക തൊഴിലാളിക്ക് വിഷം കൊടുത്താലാണ്, പവർസാല, ദൈവികാല, ഓർന്നല്ല നമ്മളാ. EK നായനാർ ഭരണ നേട്ടങ്ങളെപ്പറ്റി പ്രസംഗിക്കുന്ന വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് CPMന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ്. കമ്പ്യൂട്ടറിനെയും ട്രാക്ടറിനെയും ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ CPM വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എതിർത്തവയെ തന്നെ ആശ്രയിക്കുന്നു. യുടെ കാര്യത്തിൽ മലക്കമറിയാൻ അധികം സമയമെടുത്തില്ലെന്നു മാത്രം. പാർട്ടി സെക്രട്ടറി എതിർത്തതിന്റെ ചൂടാറു മുമ്പ് യുടെ വക്താക്കളാവുകയാണ് CPM. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.